പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി ചെന്താമരയ്ക്കായി വ്യാപക തെരച്ചിൽ. നെല്ലിയാമ്പതി വനമേഖലയിലെ അരക്കമലയിൽ പോലീസിന്റെ വൻ സംഘം പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, 11:39 ആവുന്നു സമയം. ഇന്നലെ ഏകദേശം 10 മണിയോടുകൂടി ഉണ്ടായ ഇരട്ടക്കൊലപാതകമാണ്, ക്രൂരമായ കൊലപാതകമാണ്. ഇപ്പോഴും നമ്മൾ കാടടച്ച് അവിടെ ഇവിടെയൊക്കെ തിരയുന്നതല്ലാതെ, അല്ലെങ്കിൽ കുളത്തിൽ മുങ്ങി നോക്കുന്നതൊക്കെ അല്ലാതെ ഈ പ്രതി എവിടെയാണ് എന്ന സ്പെസിഫിക് എന്തെങ്കിലും ഇൻഫർമേഷൻ പോലീസിനുണ്ടോ സൂരജ്? ഹാഷ്മി, ഇതുവരെയും പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വ്യാപകമായുള്ള ഒരു തിരച്ചിൽ അത് വിവിധ കോണുകളിൽ പോലീസ് നടത്തുന്നുണ്ട്. ഇന്ന് 100-ലധികം പോലീസുകാരെയാണ് ഈ വനാതിർത്തിയിലടക്കം വിന്യസിപ്പിച്ചുകൊണ്ട് ഈ തെരച്ചിൽ നടത്തുന്നത്. പക്ഷേ ഇതുവരെയും ഒരു സൂചന ഇല്ല. ഇന്നിപ്പോൾ ഈ പ്രതി ഇന്നലെ കുളിച്ചു എന്ന് കരുതുന്ന കുളത്തിലും അതോടൊപ്പം തന്നെ സമീപത്ത് ഒരു പാറമടയിലും കിണറ്റിലും അടക്കം സ്കൂബ സംഘത്തെ എത്തിച്ചുകൊണ്ട് ഈ തെരച്ചിൽ നടത്തി. ഏതെങ്കിലും തരത്തിൽ ഈ വസ്ത്രമടക്കം പ്രതി കുളത്തിലോ ജലാശയത്തിലോ എവിടെയെങ്കിലും ഉപേക്ഷിക്കാനുള്ള ഒരു സാധ്യതയെല്ലാം പോലീസ് കണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും ഒന്നും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ സൈഡിൽ കാണുന്ന ഈ മലയിലടക്കം വലിയ രീതിയിലുള്ള തിരച്ചിലാണ് ഈ പോലീസിന്റെയും നാട്ടുകാരുടെയും എല്ലാം നേതൃത്വത്തിൽ നടത്തുന്നത്. അതായത് ഈ വനമേഖലയിലേക്ക് പ്രതി ഓടിക്കയറാനുള്ള ഒരു സാധ്യതയാണ്, അതൊരു സാധ്യത മാത്രമാണ് പോലീസ് കൽപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ പ്രതി ഈ സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം, സുധാകരന്റെ ഭാര്യ സജിതയെ 2019 കൊലപ്പെടുത്തിയതിനു ശേഷം അന്ന് ഈ വനമേഖലയിലേക്കാണ് ഓടിക്കയറിയത്. 5 ദിവസവും ഈ വനത്തിനുള്ളിൽ പകൽ സമയം മുഴുവൻ വനത്തിൽ ചിലവഴിക്കുക, പിന്നീട് വൈകുന്നേരം ഈ തറവാട്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങിപ്പോകുന്നതായിരുന്നു പ്രതിയുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ഇക്കുറിയും ഈ വനത്തിലേക്ക് പോയേക്കാം എന്നൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഈ 100-ലധികം വരുന്ന പോലീസുകാരെ ഇറക്കിക്കൊണ്ടുള്ള ഒരു വ്യാപകമായ തിരച്ചിലേക്കൊക്കെ പോയിരിക്കുന്നത്. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ച് ഈ പ്രതിയെ ഇതുവരെയും പിടികൂടാൻ കഴിയാത്തതിൽ വലിയ പ്രതിഷേധം തന്നെയാണ് രൂപപ്പെട്ടു വരുന്നത്. കാരണം ഇപ്പോൾ നേരത്തോട് നേരം കടക്കുന്നു, പക്ഷേ ഇപ്പോഴും പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചനകളോ ഒന്നും തന്നെ ഇല്ല. ഒരു ശാസ്ത്രീയ തെളിവുകളിലേക്ക് പോലീസിന് ഇതുവരെയും എത്താനായിട്ടില്ല. കാരണം ഇന്നലെ ഡോഗ് സ്ക്വാഡിനെ അടക്കം എത്തിച്ച് ഈ മേഖലയിൽ തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും ഈ ഡോഗ് സ്ക്വാഡിനും കാര്യമായ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ അന്വേഷണം തീർത്തും പ്രതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത തരത്തിൽ വഴിമുട്ടി നിൽക്കുന്നു എന്ന് നമുക്ക് തീർത്തും പറയേണ്ടിയിരിക്കുന്നു. പ്രതിയിലേക്ക് എത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്കായി വിവിധ കോണുകളിൽ തിരച്ചിൽ എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ശാസ്ത്രീയ പരിശോധനയിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല പോലീസിന്. കാശ്മീർ നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നു. നിഖിൽ, ഈ സജിതയുടെ സഹോദരിയോട് സംസാരിച്ചിരുന്നു. നിഖിൽ, ആ സഹോദരിക്കെതിരെയും ഭീഷണി ഉണ്ടെന്ന് പറയുന്നു. ഈ ചെന്താമരയുടെ അമ്മാവൻ്റെ ഭാര്യയോ ആർക്കെതിരെയോ ഭീഷണി ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഇയാൾ ഒരു സീരിയർ കില്ലർ മനോഭാവത്തിൽ ജീവിക്കുന്ന ആളാണ്. അയാളെ ജീവനോടെയോ അല്ലാതെയോ കണ്ടെത്തുന്നില്ലെങ്കിൽ ഇനിയും കുറേയധികം മനുഷ്യരുടെ ജീവന് നിലവിൽ ഭീഷണിയാണ്. നിഖിൽ, തീർച്ചയായിട്ടും ഹാഷ്മി, ഇയാൾ 2 കൊലപാതകം കൂടി നടത്താൻ പദ്ധതിയിട്ടിരുന്നു. ഒരാൾ ബിന്ദു, ഇദ്ദേഹത്തിൻ്റെ ബന്ധു തന്നെയാണ്. മറ്റൊരാൾ പുഷ്പയായിരുന്നു. പുഷ്പയുമായി ഇന്നലെ രാത്രി സംസാരിച്ചു. പുഷ്പ അവരുടെ വീടിന് തൊട്ടടുത്താണ് താമസിച്ചിരുന്നത്. ഇവരോടൊക്കെയുള്ള വൈരാഗ്യം എന്ന് പറയുന്നത് തൻ്റെ കുടുംബജീവിതം ശിഥിലമാക്കിയത് ഈ ആളുകളൊക്കെയാണ് എന്നാണ് പ്രതി കരുതിയിരുന്നത്. പ്രതിയുടെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു അത്. ഈ സജിതയെ കൊലപ്പെടുത്താൻ ഇടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് തൻ്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം സജിതയാണ് എന്ന് പ്രതി കരുതിയിരുന്നു. അതായത് ഈ പ്രതി ഭാര്യ ആക്രമിക്കുമ്പോഴൊക്കെ ഭാര്യ ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചിരുന്നത് സജിതയുടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ പ്രതി കരുതിയിരുന്നത് തൻ്റെ കുടുംബം അവർ പിണങ്ങിപ്പോകാൻ കാരണം സജിതയാണെന്ന് ആദ്യഘട്ടത്തിൽ കരുതി. ഇതാണ് സജിതയെ കൊലപ്പെടുത്താൻ ഇടയാക്കിയത്. തൊട്ടു പിന്നാലെ തൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് സുധാകരനും അമ്മയുമാണ് എന്ന് കരുതിയാണ് ഇവരെ ഇന്നലെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കൊലപാതകത്തിന് മുൻപും പ്രതി ചില രീതികൾ അവലംബിച്ചിരുന്നു. അതായത് തൻ്റെ കയ്യിലുള്ള കൊടുവാൾ അത് മൂർച്ച കൂട്ടി രാഗി മിനുക്കി തൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള ശീമക്കൊന്ന ഒറ്റയടിക്ക് ശീമക്കൊന്നയ്ക്ക് നേരെ വീശിയത് ഒറ്റയടിക്ക് മുറുകയാണെങ്കിൽ അത് നല്ല മൂർച്ചയുണ്ടെന്ന് പ്രതി ഉറപ്പിക്കുന്നു. അത് ഇന്നലെയും പ്രതി ആവർത്തിച്ചിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതേ തുടർന്ന് സുധാകരൻ അതിലൂടെ കടന്നു പോകുമ്പോൾ സുധാകരനെ തടഞ്ഞു നിർത്തി അതിക്രൂരമായി, അതായത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുള്ളത് 16 വെട്ടുകളാണ് സുധാകരന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിനർത്ഥം അതിക്രൂരമായി കൊലപ്പെടുത്തി. അതായത് മരണം സംഭവിക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ളൊരു വെട്ടായിരുന്നു അത്. തലയിലടക്കം, അതായത് ഈ കഴുത്തിൻ്റെ ആ ഭാഗത്തടക്കം വെട്ടുണ്ടായിരുന്നു. ഇതിനർത്ഥം പ്രതി ആഗ്രഹിച്ചിരുന്നത് സുധാകരൻ കൊല്ലപ്പെടണം എന്നുള്ളത് തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ സുധാകരൻ അമ്മ ലക്ഷ്മിയൊക്കെ അതിക്രൂരമായാണ് വെട്ടിയത് എന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. എന്തായാലും ഇപ്പോൾ ഞാനുള്ളത് നെന്മാറ പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്. ഇവിടെ അല്പസമയത്തിനകം യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒരു പ്രതിഷേധ മാർച്ച് ഇവിടേക്ക് നടക്കുന്നുണ്ട്. പോലീസ് വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായി എന്നാണ് അവർ ആരോപിക്കുന്നത്. ഈ സുധാകരന്റെ
മക്കളും ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതായത് പോലീസിൽ പലകുറി തങ്ങൾ പരാതി നൽകിയിട്ടും പോലീസ് അന്വേഷണം കാര്യക്ഷമമായില്ല. ഒരുപക്ഷെ ഈ പ്രതി ജാമ്യത്തിലിറങ്ങി തങ്ങളുടെ വീടിന്റെ തൊട്ടരികിലുണ്ട് എന്നുള്ള അവരുടെ ആദി അത് വേണ്ട രീതിയിൽ പോലീസ് ഗൗനിച്ചിരുന്നെങ്കിൽ ഈ കൊലപാതകങ്ങൾ നടക്കില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ വേദന, കണ്ണീര്, അതിന് മറുപടി നൽകാൻ കേരള പോലീസിന് സാധിക്കില്ല. കാരണം അത്രയധികം വേദന ഉണ്ടാക്കുന്നതാണ് അവരുടെ വാക്കുകൾ. ഒരു കുടുംബത്തെ തന്നെ ശിഥിലമാക്കുന്ന സാഹചര്യമാണ് നിലവിലത്തെ അവസ്ഥയിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം ഈ മാർച്ച് ആരംഭിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. അദ്ദേഹം അല്പസമയം ഇവിടേക്ക് എത്തും. പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതാനും നിമിഷങ്ങൾക്കകം പൂർത്തിയാകുമെന്നാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. ഏതാണ്ട് 9:30 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. അത് ഏതാണ്ട് ഇപ്പോൾ 11:00 പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോത്തുണ്ടിയിലേക്ക് കൊണ്ടുവരും. അതായത് ഇവരുടെ വസതിയിലേക്ക് കൊണ്ടുവരും. അവിടെ വെച്ച് അവസാനമായ ഒരു നോക്ക് അച്ഛനെയും അച്ഛമ്മയെയും തനിക്ക് കാണണമെന്ന് ഈ മക്കൾ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർ എന്തായാലും അമ്മ നേരത്തെ പോയി, ഇപ്പോൾ അച്ഛനും പോയി. ഇതിനാരാണ് ഉത്തരവാദി എന്ന മക്കൾ ചോദിക്കുന്നതിന് ഉത്തരവാദി പോലീസാണെന്ന് തന്നെ പറയണം. കാര്യം നേരത്തെ പല ആവർത്തി മുന്നറിയിപ്പ് നൽകിയിട്ടും ഇടപെടാതെ കല്ലിന് കാറ്റ് പിടിച്ചു പോലിരുന്നതിന്റെ അനന്തരഫലമാണ് 2 ഇരട്ട കൊലപാതകം അല്ലെങ്കിൽ ഇരട്ട കൊലപാതകം. അതിന് മറുപടി പറഞ്ഞ മതിയാകും ബന്ധപ്പെട്ടവർ.